റൊട്ടേറ്റ് ചെയ്യുക. 2 3 4 5 6 7 8 9 10. സ്ലോലി വേണം ചെയ്യാൻ, വലിയ ഫാസ്റ്റ് ആക്കരുത്. 1 2 3 4 5 6 7 8 9 10. നെക്സ്റ്റ് 1 2 3 4 5 6 7 8 9 10. ചേഞ്ച് ചെയ്യുക സൈഡ്. 1 2 3 4 5 6 7 8 9 10. Next, up. 1 2 3 4 5 6 7 8 9 10. Next, 1 2 3 4 5 6 7 8 9 10. നെക്സ്റ്റ് കൈ ഇവിടെ വെക്കുന്നതായിരിക്കും കുറച്ചും കൂടെ ബെറ്റർ. 1 2 3 4 5 6 7 8 9 10. Side to side. 1 2 3 4 5 6 7 8 9 10. നെക്സ്റ്റ് കൈ ഇവിടെ വെക്കുക. എൻ്റെ സ്ലോലി മൂവ് ചെയ്യും ഞാൻ. 1 2. നിങ്ങളിത് തട്ടിക്കാനൊന്നും നിൽക്കണ്ട, സ്ലോലി ആ ഡയറക്ഷൻ കിട്ടിയാൽ മതി. 3 4 5 6 7 8 9 10. ചേഞ്ച് ചെയ്യുക. കാലിന് ബാലൻസ് ഇല്ലെങ്കിലും കുഴപ്പമില്ല, എവിടെയെങ്കിലുമൊക്കെ അസിസ്റ്റ് ചെയ്യുക, പിടിക്കുക. 2 3 4 5 6 7 8 9 10. Next, 1 2 3 4 5 6 7 8 9 10. നെക്സ്റ്റ് സെയിം സൈഡിൽ എൽബോ ടു നീ. 1 2. ഇതിങ്ങനെ തട്ടണമൊന്നുമില്ല കേട്ടോ, ആ ഡയറക്ഷൻ കിട്ടിയാൽ മതി. 4 5 6 7 8 9 10. സ്വിച്ച് ചെയ്യുക. 1 2 3 4 5 6 7 8 9 10. Next, 1 2 3 4 5 6 7 8 9 10. Next, 1 2 3 4 5 6 7 8 9 10. ഓക്കെ, എല്ലാവരും വോമായി എന്ന് വിചാരിക്കുന്നു. അപ്പോൾ നമ്മളെ 14 ഡേയ്സിൻ്റെ വർക്കൗട്ടിൻ്റെ സെക്കൻഡ് ഡേ ആണ് ഇന്ന്. അപ്പോൾ ഇന്നലെ എല്ലാവരും കംപ്ലീറ്റ് ആയിട്ട് അതുപോലെ തന്നെ ചെയ്തിരിക്കുന്നു വിചാരിക്കുന്നു. അപ്പം പൊതുവെ മസിൽ പെയിന് ചെറിയ രീതിയിൽ പുതിയ വർക്കൗട്ടൊക്കെ ചെയ്യുമ്പോൾ തീർച്ചയായിട്ടും ഉണ്ടാവും. അല്ലാത്ത വേറെ എന്തെങ്കിലും അസ്വാഭാവികമായിട്ടുള്ള എന്തെങ്കിലും ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും കോൺടാക്ട് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. ഓക്കെ, അപ്പോൾ ഡേ സെക്കൻഡ് ഞാൻ വീണ്ടും ഒരു അസിസ്റ്റൻറ്റ് ചെയ്യാൻ വേണ്ടി ഒരു ചെയർ എടുത്തിരുന്നു. സ്റ്റാർട്ടിങ്ങിൽ നമുക്ക് ബാക്ക് ലഞ്ചസ് പറഞ്ഞൊരു വർക്കാണ്. സ്റ്റാർട്ട് ബാക്ക് പ്രോപ്പർ വെക്കുക, ലഞ്ച് ചെയ്യുക. 1 and 1 2 2. നമുക്ക് അസിസ്റ്റ് ചെയ്യാൻ വേണ്ട, ഞാൻ ചെയ്യണേ. 3. തീർച്ചയായിട്ടും അസിസ്റ്റ് ചെയ്യാനുണ്ടെങ്കിൽ ഇങ്ങനെ ജസ്റ്റ് ഒന്ന് കയ്യേക്കാം. 3 4 4. നിങ്ങൾ ചെയ്യാത്തൊരാഴ്ച തീർച്ചയായിട്ടും അസിസ്റ്റ് ചെയ്ത് പോവാം. 5 5 6
6, 7, 7, 8, 8, 9, നേരെ നോക്കാം, ബ്രീത്ത് നോർമലാണ്, 9, 10, 10, റിലാക്സ്. ഇതിൽ ശ്രദ്ധിക്കേണ്ട കുറച്ച് കാര്യങ്ങൾ, നമ്മൾ മുട്ട് ഫുള്ളായിട്ട് നിങ്ങളിങ്ങനെ തട്ടിക്കേണ്ട ആവശ്യമില്ല. പിന്നെ അതുപോലെ തന്നെ വളരെ സ്ലോലി ചെയ്താൽ മതി, സ്പീഡ് ചെയ്യേണ്ട. നമ്മൾ പറ്റുന്ന രീതിയിലൊക്കെ നിങ്ങൾ എന്തെങ്കിലും ഡെപ്തിലേക്ക് പോയാൽ മതി. ഓക്കെ. സെക്കൻഡ് വൺ, സെക്കൻഡ് എക്സസൈസ് എൽബോ ടു നീസ്, സെയിം സൈഡിൽ. റെഡി? കൈ ഇവിടെ വെക്കുക. 1, 2, 3, 4, 5, 6, 7, 8. ഇത് തട്ടണമെന്നില്ല കേട്ടോ. 10. റിലാക്സ്. സ്വിച്ച് ചെയ്യുക. സ്ലോലി ചെയ്താൽ മതി. 1, 2. അസിസ്റ്റ് ചെയ്യാനുണ്ട് ഇവിടെ എവിടെയെങ്കിലും. 2 ഇങ്ങനെ പിടിക്കുക, മതിൽ പിടിക്കുക. 4, 5, 6, 7, 8, 9, 10. റിലാക്സ് ചെയ്യുക. എല്ലാ വർക്കൗട്ടിൻ്റെ ഇൻ ബിറ്റ്വീനിൽ ഒരു 30 സെക്കൻഡിൻ്റെ അടുത്ത് നിങ്ങളൊന്ന് ബ്രീത്തൊക്കെ ഒന്ന് റിലാക്സ് ചെയ്യുക. ആ വെള്ളം വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ആവശ്യമുണ്ടെങ്കിൽ മാത്രം കുറച്ച് രീതിയിൽ കുടിക്കുക. ഓക്കെ. നെക്സ്റ്റ് ലാറ്ററൽ ലഞ്ചസ്. നെക്സ്റ്റ് ഇതിൻ്റെ പേര് ലാറ്ററൽ ലഞ്ചസ് ആൻഡ് ബൈസെപ്സ്. യാ. 1, 1, 2, 2, 3, 3, 4, 4, 5, 5, 6, 6. നമ്മൾ മുട്ടിന് ഫുള്ള് പ്രഷർ കൊടുക്കണ്ട. 7, 7, 8, 8. ഭയങ്കരമായിട്ടുള്ള സ്ട്രെച്ചിങ് ഒന്നും വേണ്ട, ഒരു നോർമൽ സ്ട്രെച്ചിങ്. 9, 9. ലാസ്റ്റ് വൺ. യെസ്. റിലാക്സ്. അപ്പം ഇത്രയും ചെറിയ കാര്യങ്ങളൊക്കെ ശ്രദ്ധിക്കുക. വളരെ സ്ലോലി ചെയ്യുക. ബ്രീത്തിനെ ആലോചിച്ച് ടെൻഷൻ അടിക്കേണ്ട. വെള്ളം വേണമെന്നുണ്ടെങ്കിൽ ആവശ്യത്തിന് കുടിക്കാം. അപ്പം ഞാൻ ചെയ്യേണ്ടതിൻ്റെ ഫസ്റ്റ് ഫേസിലെ ഒരു റൗണ്ടിൽ ഒരു ഫേസിൻ്റെ ഒരു വർക്കൗട്ട് കഴിഞ്ഞ്, ഇനി സെക്കൻഡ് വണ്ണ് സെയിം ബാക്ക് ലഞ്ച് കഴിഞ്ഞ് സ്റ്റാർട്ട് ചെയ്യല്ലേ. റെഡി? 1, 1, 2, നേരെ നോക്കാം. 2, 3, 3, 4, 4, 5, 5, 6, 6, 7, 7, 8, 8, 9, 9, 10, 10. റിലാക്സ് ചെയ്യുക. ഒരു 30 സെക്കൻഡ് വീണ്ടും റിലാക്സ് ചെയ്യുക. അപ്പോൾ ഞാൻ 30 സെക്കൻഡ് കുറച്ച് നിങ്ങളെ കാര്യം പറഞ്ഞാലും ചില ടൈം കണക്കാക്കാനാണ്. പിന്നെ അതുപോലെ തന്നെ നിങ്ങൾക്ക് ഇപ്പോൾ എന്തെങ്കിലും ഫുഡോ കാര്യമോ കൺട്രോൾ ചെയ്യാണ്ടെങ്കിൽ വലിയ ടെൻഷനോ അതിൻ്റെ പിന്നാലെ പോയിട്ട് അടിക്കേണ്ട. നിങ്ങൾ എന്തൊക്കെയാണോ കഴിക്കുന്നത് അത് നിലനിർത്തി കഴിച്ച് അങ്ങനെ തുടരുക. ചെറിയ രീതിയിലുള്ള മാറ്റങ്ങളൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് വളരെ ചെറിയ മാറ്റങ്ങൾ നമുക്കൊരു 3rd ഡേ കഴിഞ്ഞിട്ട് ഞാനതിൻ്റെ ചെറിയ രൂപം നിങ്ങൾക്ക് അയച്ചു തരുന്നതായിരിക്കും. ഓക്കെ. നെക്സ്റ്റ് അഗൈൻ സെക്കൻഡ് ഡേ. 1, 2, 3, 4, 5, 6, 7, 8. ഇത് തട്ടൻ്റെ ആവശ്യമില്ല. 9, 10. 1. നിങ്ങളുടെ ലെവൽ ഏതാണോ അതുപോലെ തന്നെ ചെയ്യുക. 2. ഫാസ്റ്റായിട്ട് കിക്ക് ചെയ്യുന്ന രീതിയിൽ ചെയ്യും വേണ്ട. 3, 4, 5, 6, 7, 8, 9, 10. റിലാക്സ്. ഒരു 30 സെക്കൻഡ് ബ്രേക്ക് ചെയ്യാം. ഓക്കെ. നിങ്ങൾ 30 സെക്കൻഡ് കഴിഞ്ഞ് വിചാരിക്കുന്നു. നെക്സ്റ്റ് ബൈസ്. 1, 2, 2,
2, 3, 3, 4, 4, 5, 5, 6, 6, 7, 7, 8, 8, 9, 9, 10, 10. റിലാക്സ്. എഗെയിൻ ഒരു 30 സെക്കൻഡ് റിലാക്സ് ചെയ്യുക. ഓക്കെ, നിങ്ങൾ 30 സെക്കൻഡ് റിലാക്സ് ചെയ്ത് വിചാരിക്കുന്നു. നെക്സ്റ്റ് വീണ്ടും സ്റ്റാർട്ട് ചെയ്യാം. ഓക്കെ, അപ്പോൾ നമ്മൾ 2 റൗണ്ട് സ്റ്റാൻഡിങ്ങുള്ള 2 കഴിഞ്ഞ് ഇനി നമുക്കുള്ളത് സ്റ്റാൻഡിങ്ങിലുള്ള 2 റൗണ്ട് കഴിഞ്ഞ് ഇനി നമ്മൾ ബാക്ക് ലഞ്ച് അഗെയിൻ സ്റ്റാർട്ട് ചെയ്യല്ലേ. റെഡി? 1, 1, 2, നേരെ നോക്കാം, 2, 3, 3, 4, 4, 5, 5, 6, 6, 7, 7, 8, 8, 9, 9, 10, 10. റിലാക്സ് ചെയ്യുക. ഒരു 30 സെക്കൻഡ് വീണ്ടും റിലാക്സ് ചെയ്യുക. 1, 2, 3, 4, 5, 6, 7, 8. ഇത് തട്ടേണ്ട ആവശ്യമില്ല. 9, 10. 1. നിങ്ങളുടെ ലെവൽ ഏതാണോ അതുപോലെ തന്നെ ചെയ്യുക. 2. ഫാസ്റ്റായിട്ട് കിക്ക് ചെയ്യുന്ന രീതിയിൽ ചെയ്യും വേണ്ട. 3, 4, 5, 6, 7, 8, 9, 10. റിലാക്സ്. ഒരു 30 സെക്കൻഡ് ബ്രേക്ക് ചെയ്യാം. ഓക്കെ, നിങ്ങൾ 30 സെക്കൻഡ് കഴിഞ്ഞ് വിചാരിക്കുന്നു. നെക്സ്റ്റ് ബൈസ്. 1, 2, 2, 2, 3, 3, 4, 4, 5, 5, 6, 6, 7, 7, 8, 8, 9, 9, 10, 10. റിലാക്സ്. എഗെയിൻ ഒരു 30 സെക്കൻഡ് റിലാക്സ് ചെയ്യുക. ഓക്കെ, നിങ്ങൾ 30 സെക്കൻഡ് റിലാക്സ് ചെയ്ത് വിചാരിക്കുന്നു. നെക്സ്റ്റ് വീണ്ടും സ്റ്റാർട്ട് ചെയ്യാം. ഓക്കെ, അപ്പോൾ നമ്മൾ 2 റൗണ്ട് സ്റ്റാൻഡിങ്ങുള്ള 2 കഴിഞ്ഞ് ഇനി നമുക്കുള്ളത് സ്റ്റാൻഡിങ്ങിലുള്ള 2 റൗണ്ട് കഴിഞ്ഞ് ഇനി നമുക്ക് സെക്കൻഡ് എക്സസൈസ് എൽബോ ടു നീസ് സെയിം സൈഡിൽ. റെഡി? കൈ ഇവിടെ വെക്കുക. 1, 2, 3, 4, 5, 6, 7, 8. ഇത് തട്ടണമെന്നില്ല കേട്ടോ. 10. റിലാക്സ്. സ്വിച്ച് ചെയ്യുക. സ്ലോലി ചെയ്താൽ മതി. 1, 2. അസിസ്റ്റ് ചെയ്യാനുണ്ട്. ഇവിടെ എവിടെയെങ്കിലും 2 ഇങ്ങനെ പിടിക്കുക, മതിൽ പിടിക്കുക. 4, 5, 6, 7, 8, 9, 10. റിലാക്സ് ചെയ്യുക. എല്ലാ വർക്കൗട്ടിൻ്റെ ഇൻ ബിറ്റ്വീനിൽ ഒരു 30 സെക്കൻഡിൻ്റെ അടുത്ത് നിങ്ങളൊന്ന് ബ്രീത്തൊക്കെ ഒന്ന് റിലാക്സ് ചെയ്യുക. ആ വെള്ളം വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ആവശ്യമുണ്ടെങ്കിൽ മാത്രം കുറച്ച് രീതിയിൽ കുടിക്കുക. ഓക്കെ, നെക്സ്റ്റ് lateral lunges. നെക്സ്റ്റ് ഇതിൻ്റെ പേര് lateral lunges and biceps. 1, 1, 2, 2, 3, 3, 4, 4, 5,
5 6 6 നമ്മൾ മുട്ടിന് ഫുള്ള് പ്രഷർ കൊടുക്കണ്ട 7 7 8 8 ഭയങ്കരമായിട്ടുള്ള സ്ട്രെച്ചിങ് ഒന്നും വേണ്ട, ഒരു നോർമൽ സ്ട്രെച്ചിങ് 9 9 ലാസ്റ്റ് വൺ യെസ് കഴിഞ്ഞ് നമുക്കുള്ളത് ഫ്ലോർ എക്സസൈസ് ആണ്. നെക്സ്റ്റ് ഇത് എക്സസൈസ് പ്ലാങ്ക് ആണ്. ഓക്കെ, ഹൈ പ്ലാങ്ക് എന്ന് പറയും, ഇതിൻ്റെ ഒറിജിനൽ വേറെ ഉണ്ട്. യാ ഫ്യൂ സെക്കൻഡ്സ് ഹോൾഡ് ചെയ്യുക. ഞാനിപ്പോൾ ഒരു 30 സെക്കൻഡ്സാണ് ഇപ്പോൾ ഇവിടെ ചെയ്യുന്നത്. 1 2 3 4 5 6 7 8 9 10 11 12 13 14 15 16 17 18 19 20 1 2 3 4 5 6 നിങ്ങൾ പറ്റുന്ന സമയം നിന്നാൽ മതി. വൈബ്രേഷൻ ഉണ്ടെങ്കിൽ നിങ്ങൾ തന്നെ നിർത്താം. ഇപ്പോൾ ഞാൻ 30 സെക്കൻഡായി വിചാരിക്കും, ഞാൻ ഓഫ് ചെയ്യാണ്. റിലാക്സ് ചെയ്യുക. നെക്സ്റ്റ് ലെഗ് റൈസ്. ഓക്കെ, ഇതാണ് ലെഗ് റൈസ്. സ്റ്റാർട്ട് ചെയ്യുക ലെഗ് റൈസ്. അപ്പോൾ നമ്മൾ സാധാരണ ചെയ്യാൻ പറ്റുന്ന കാല് കുറച്ച് അപ്പോൾ ബെൻഡ് ചെയ്യുക. ഓക്കെ, ലെഗ് റൈസ് നെക്സ്റ്റ് സ്റ്റാർട്ട് ചെയ്യുക. 1 സ്ലോലി 2 നമ്മൾ ഫ്ലോറിൽ ടച്ച് ചെയ്താലൊന്നും കുഴപ്പമില്ല കേട്ടോ. 3 ഇനി മുട്ട് കുറച്ച് കൂടുതലും അടിക്കാലും കുഴപ്പമില്ല ബിഗിനേഴ്സ് ആണെങ്കിൽ. 5 ഉണ്ടോ, 6 7 8 9 10 റിലാക്സ്. അഡാപ്റ്റേഷൻ പിന്നെ എടുക്കാം. ഓക്കെ, അപ്പോൾ 30 സെക്കൻഡ് റെസ്റ്റ് കഴിഞ്ഞാന്ന് വിചാരിക്കുന്നു. യാ പ്ലാങ്ക് അഗെയിൻ 30 സെക്കൻഡ്സ്. 1 2 3 4 5 6 7 8 9 10 11 12 13 14 15 16 17 18 19 20 1 2 3 4 5 6 7 8 9 10 റിലാക്സ് ചെയ്യുമ്പോൾ എന്ത് ചെയ്യുക, സിംഗിൾ ലെഗ് ആദ്യം വെക്കുക, പിന്നെ അടുത്ത കാലിലേക്ക് പോവുക. റെഡി, എഗെയിൻ 30 സെക്കൻഡ് റെസ്റ്റ് ചെയ്യുക. യാ അപ്പോൾ നമ്മൾ വീണ്ടും സ്റ്റാർട്ട് ചെയ്യാണ്. ലെഗ് റൈസ് അഗെയിൻ സ്റ്റാർട്ട്. 1 സ്ലോലി നൈസ് ആൻഡ് ഈസി. 2 3 മുട്ടുകാല് ബെൻഡാലും കുഴപ്പമില്ല. 4 5 6 7 8 9 10. Okay, 30 seconds. 1 2 3 4 5 6 7 8 9 10 11 12 13 14 15 16 17 18 19 20 1 2 3 4 5 6 7 8 9 10 റിലാക്സ് ചെയ്യുമ്പോൾ എന്ത് ചെയ്യുക, സിംഗിൾ ലെഗ് ആദ്യം വെക്കുക, പിന്നെ അടുത്ത കാലിലേക്ക് പോവുക. റെഡി, എഗെയിൻ 30 സെക്കൻഡ് റെസ്റ്റ് ചെയ്യുക. യാ അപ്പോൾ നമ്മൾ വീണ്ടും സ്റ്റാർട്ട് ചെയ്യാണ്. ലെഗ് റൈസ് അഗെയിൻ സ്റ്റാർട്ട്. 1 സ്ലോലി നൈസ് ആൻഡ് ഈസി. 2 3 മുട്ടുകാല് ബെൻഡാലും കുഴപ്പമില്ല. 4 5 6 7 8 9 10. ഓക്കെ, നെക്സ്റ്റ് നമ്മൾ സ്ട്രെച്ചിങ് അഗെയിൻ ഡേ 1 ചെയ്ത അതേപോലെ തന്നെ ഫസ്റ്റ് ചെയ്യുക. 1 2 3 4 5 6 7 8 9 10 11 12 13 14 15. സ്വിച്ച് ചെയ്യുക. 1 2 3 4 5 6 7 8 9 10 11 12 13 14 15. നെക്സ്റ്റ് ലെഗ് റൈസ് സ്ട്രെച്ച് ചെയ്യുക. പിന്നെ ഷെയ്ക്ക് ആവരുത്. ഏതാണോ നിങ്ങൾ എത്രയാണോ നിങ്ങൾ കാല് വരുന്നത് അത്ര അവിടെ പിടിച്ചാൽ മതി, ഭയങ്കര ബലം പിടിക്കണ്ട. 5 6 7 8 9 10 11 12 13 14 15. സ്വിച്ച് ചെയ്യുക. യാ 1 2 3 4 5 6 7
8, 9, 10, 11, 12, 13, 14, 15. ടെക്സ്റ്റ് നമ്മളിങ്ങനെ ചെരിഞ്ഞ് എടുക്കുക, എന്നിട്ട് കയ്യിലിങ്ങനെ കിടക്കുക, കണ്ടോ, ഇങ്ങനെ മെല്ലെ പിടിക്കുക. പറ്റുന്ന രീതിയിൽ തന്നെ പിടിച്ചാൽ മതിയാ. 3, 4, 5, 6, 7, 8, 9, 10, 11, 12, 13, 14, 15. സൈഡ് ചേഞ്ച് ചെയ്യുക. 1, 2, 3, 4, 5, 6, 7, 8, 9, 10, 11, 12, 13, 14, 15. റിലാക്സ്. അപ്പം എല്ലാവരും കംപ്ലീറ്റ് ചെയ്യുമെന്ന് വിചാരിക്കുന്നു, എൻജോയ് ചെയ്ത് വിചാരിക്കുന്നു. അപ്പം നമുക്ക് നാളെ 3rd ഡേയിൽ വെച്ച് കാണാം. ഓക്കെ, താങ്ക് യു.